സോ വാട്സ്അപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മളെ റൂഫ് ഒന്ന് മാറ്റണം. ഞാൻ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഔട്ട്ലൈൻ പോലൊരു സംഭവം ബേർഡ്സിനെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചിട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. സ്റ്റിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ജസ്റ്റ് ഒന്നൊരു ഔട്ട്ലൈൻ ഇട്ട് ഇതാക്കി ഇവിടുന്ന് മറ്റൊരു റൊട്ടേഷൻ ഷേപ്പിലുള്ളൊരു റൂഫ് പോലെയാണ് ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇതാക്കാം. ഞാൻ എന്തൊന്ന് ഫിൽ ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ആൻഡ് നമുക്ക് മുകളിൽ സ്ലാബ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ട്രാപ്പ് ഡോർ വെക്കുമ്പം രസം ഉണ്ടാവുമെന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം സ്ലാബിൻ്റെ മുകളിൽ നിൽക്കുമോ നോക്കാം. ട്രാപ്പ് ഡോർ നിൽക്കില്ല. അതിനെക്കൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വേറെ സ്ലാബ് വെക്കാം. അപ്പം നിൽക്കും. അപ്പോൾ സാധാ ഒരു ഇതുണ്ടായ പോലെ തന്നെ ഒരു പ്ലാങ്കിൻ്റെ മുകളിൽ നിൽക്കണ പോലെ തന്നെ ഉണ്ടാവും. സോ ഇനി എന്തായാലും പ്ലാങ്ക് നമുക്ക് കുറച്ചേ ഉള്ളൂ. സോ നമുക്ക് അതിനെ ഫുള്ള് മറ്റേ സ്ലാബാക്കാം. നടുത്തതും കൂടി ഞാൻ ഫില്ല് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മളെ റൂമിന് ഇവിടെ ഒരു എംപ്റ്റിയാണ് നിൽക്കണതിനെ കൊണ്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയൊരു കസാര പോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഒന്ന് വേഗോട്ടാക്കാം. കുറച്ചും കൂടി വേഗോട്ടായ സംഭവം അടുപ്പിച്ചിട്ട് ഇവിടെ വെക്കാം. ഇനി ഒരു ഫെൻസ് വേണം. ഫെൻസ് നമുക്ക് മറ്റേ ഓക്കിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കാം. പിന്നൊരു കുറച്ചും കൂടി പ്ലാങ്ക് ഉണ്ടാക്കണം. കാരണം നമുക്ക് ഒരു ഫാം തുടങ്ങാന്ന്. സോ അത് എടുത്തുകൊണ്ട് ഓക്കെ ഇത് നടുവിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലോ പ്രഷർ പ്ലേറ്റ് വെക്കാം. ഓക്കെ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഇത് വന്നിട്ടുണ്ട്. ബെഡ് എടുത്തിട്ട് ഇവിടെ വെക്കാം. ഓക്കെ ഈ ഡോർ എടുത്ത് ഉള്ളോട്ട് വെക്കാം. അതായത് നമ്മളെ വുഡിൻ്റെ ഇപ്പുറത്താണ് നമ്മളെ മറ്റേ പ്ലാങ്ക് വെച്ച്. സോ അതേപോലെ തന്നെ കുറച്ച് ഉള്ളോട്ട് കയറിക്കണ പോലെ വെക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു രസമുണ്ട്. ഓക്കെ ഇപ്പോഴും എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ ഉണ്ട്. സോ നമുക്ക് ഇവിടെ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടോ ഇതേപോലെ കണക്ട് ചെയ്തുകൊണ്ടോ സോ കുറച്ചും കൂടി ഒന്ന് ഉണ്ടോ ഒരു രസം ഉണ്ടാവും. ഓക്കെ മഴയും പെയ്തു തുടങ്ങി. ഈ ലെവലിൽ കൊണ്ടുവന്നാൽ പറ്റില്ല. സൈൻ ബോർഡ് ഉണ്ട് അവിടെ. ഓക്കെ വേഗം അവിടേക്ക് എത്തിക്കോട്ടെ. ഡയറക്റ്റ് നേരത്തെ മുകളിൽ കയറാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പൊളിച്ച് മാറ്റാം. ഓക്കെ ഇനി വീണ്ടും ലോഗൊക്കാം. ലോഗൊക്കെ അങ്ങനെ തീരാനായിട്ട്. സോ മിക്കവാറും നമ്മൾ താഴെ പോയി വെട്ടേണ്ടി വരും. ഓക്കെ അതൊക്കെ എടുത്തുണ്ട്. ഇത് കുറച്ചും കൂടി രസമുണ്ട്. ബാക്കിലും കൂടി അങ്ങനെ ബാക്കിൽ ചെയ്യാനുള്ളതുണ്ടാവും. ബാക്കിൽ എന്താ അങ്ങനെ ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തത് അതൊക്കെ ഒന്ന് കൂട്ടിച്ച് മറ്റേ രസമില്ല. ഓക്കെ അങ്ങനെ നോക്കാം. അവിടെ വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഓക്കെ തീർന്നുണ്ട്. ഇവിടെ ഒരു മരമുണ്ട്. അതിനെങ്കിലും എത്ര കിട്ടും? ഒരു 4 4 സോ അതും ഇവിടെ കൊണ്ടുവെക്കാം. ഓക്കെ അതവിടെ വരെ വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിനും കൂടെ ഒരു ആവശ്യമുണ്ട്. അത് ഇനി മിക്കവാറും ഞാൻ താഴെ പോയി എടുക്കേണ്ടി വരും. ഉറങ്ങാൻ എന്തായാലും താഴെ നിന്ന് ഇതാക്കുക. കാരണം ഇവിടേക്ക് കയറി നമ്മൾക്ക് നൈറ്റായി പണി കിട്ടും. സോ ഇനി താഴെ പോയിട്ട്
വുഡ് എടുത്തിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണ്ടത് കിട്ടീൻ്റെ അത്യാവശ്യം ഒരു പ്ലാങ്കിന്, പക്ഷെ നമുക്ക് അത്യാവശ്യം കിട്ടീൻ്റെ. ഓക്കെ, റൂഫിന് ചെറിയ എന്തെങ്കിലും ഒന്നും കൂടി ഇതാക്കിയാലോ എന്നൊരു ഇതുണ്ട്. എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ നമുക്ക് ആക്കാം. ഓക്കെ, ആ വാലെടുക്കാം. നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അത് ഫില്ലായിട്ടുണ്ട്. നമുക്ക് ബാക്കിലും കൂടി കണക്ട് ചെയ്യില്ല, അപ്പോൾ കുറച്ചും കൂടി രസം. അങ്ങനെ ഒരു ഫുൾ ഉണ്ടാവും. അപ്പോൾ അപ്പുറത്തേക്ക് ഫുള്ള് തികയണമെന്നില്ല, 7 എണ്ണമാണ് വേണ്ടത്. ഓക്കെ, ഒരു ബ്ലോക്ക് ഇനിയും എടുക്കേണ്ടി വരും. ഒരു ബ്ലോക്ക് ഇനിയും എടുക്കേണ്ടി വരും. യെസ്, മിക്കവാറും ഇനി വീണ്ടും നമ്മൾ താഴേക്ക് പോകേണ്ടി വരും. മിക്കവാറും അതന്നെയാണ് ഉണ്ടാവുക. ഇതിലൊന്നുമില്ലല്ലോ, ഇല്ല. ഓക്കെ, ഫുഡൊക്കെ നമുക്ക് കുറച്ച് കയ്യിൽ പിടിക്കാൻ സ്മെൽറ്റൊന്നും ആക്കണ്ട, കാരണം നമുക്ക് വേഗം പോയി എടുത്ത് വരാം. നൈറ്റായി തോന്നുന്നു. യെസ്, നൈറ്റായിട്ടുണ്ട്. ആകാശത്തിൻ്റെ കളർ നിറയുണ്ട്. ഓക്കെ, അത് പൊട്ടിച്ചെടുക്കുക. ഇനി എടുത്തിട്ട് ഇല്ല മറ്റേ ഇത്. സോ നമുക്ക് പ്ലാനൊക്കെ എടുക്കാൻ വേണ്ടി വരും. ബെഡ് ഇവിടെ നോട്ടെ. സോ ഞാൻ വേഗം പോയി എടുത്തു വരാം. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. 15 കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റീക്കും കുക്കായുണ്ട്, അതും എടുക്കാം. ഒന്നും കൂടി കൊക്കായിക്കോട്ടെ, അതും കൂടി എടുത്തിട്ട് കുറച്ച് സാൻഡ് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. കാരണം ഞാൻ താഴേന്ന് പോയപ്പോൾ എടുത്താണ്. ഇവിടെ ഒരു എംപ്റ്റി പോലെ നിൽക്കുന്നുണ്ട്. സോ ഇവിടെയും കൂടി ഇതാക്കാം. ഇവിടെ ഒരു 2 ബ്ലോക്ക് ആക്കല്ലേ, 2 ബ്ലോക്ക്. അപ്പുറത്തും ചെയ്യാം 2 ബ്ലോക്ക്. ഓക്കെ, അവിടെ ഈ ബ്ലോക്കും കൂടി പൊട്ടിച്ചാൽ ചിലവും ഒരു രസം ഉണ്ടാവില്ല. കാരണം ഞാൻ പുറത്തേക്ക് അറിയാം അവിടെ. കാരണം എന്താ വെച്ചാൽ ഉള്ളിലത്തെ ഇതും അത്ര തന്നെയുള്ളൂ. ഉള്ളിലത്തെ അത്ര തന്നെ. അപ്പോൾ ഒരു പ്ലാങ്ക് നമുക്ക് എന്തായാലും തൽക്കാലതാ ഇവിടെ ഒരു പ്ലാങ്ക് വെക്കുക. എല്ലാ സൈഡിലും അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ വെക്കുക. അതായിരിക്കും കുറച്ചും കൂടി ഒരു രസം. ഈ സൈഡിൽ നമുക്ക് 3 ബ്ലോക്ക് ഇതാക്കല്ലേ, 3 ബ്ലോക്ക് ആക്കാം. ഓക്കെ, സിമെട്രി പോലെ തന്നെ ഇപ്പുറത്ത് 3 ബ്ലോക്ക് ആക്കാം. നമുക്ക് ഒരു ഗ്ലാസ് പെയിന് വെക്കണതാണ് കുറച്ചും കൂടി നല്ല. കുറച്ചും അത് കുറച്ചും കൂടി ഒന്ന് ഉള്ളോട്ട് നിൽക്കണ പോലെയാണ്. ഗ്ലാസ് പെയിൻ വെക്കാം. ഓക്കെ, കറക്റ്റ് 16 കിട്ടി. ഒന്ന് ഇവിടെ, ഒന്നിവിടെ, ഒന്നിവിടെ, പിന്നെ 2 അവിടെ, ഒന്നും കൂടി ഇവിടെ, ഈ 3 ഇവിടെ. ഓക്കെ, അതും കൂടി വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെയും കൂടി ഉണ്ടല്ലേ. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിന് പണി ചെയ്യും. ഓക്കെ, ഇനി അതും സ്മെൽറ്റ് ആയിട്ട് അതും കൂടി എടുക്കാം. ഫുഡ് സ്മെൽറ്റ് ആവാനും വെക്കാം. ഇതിലൊന്നുമില്ല, ഇതിലേക്ക് വെക്കാം. ലെതറൊക്കെ കിട്ടിയത്. ഓക്കെ, സീഡ് എടുക്കാം. പിന്നെ വേസ്റ്റൊക്കെ അങ്ങോട്ടേക്ക് പോട്ടെ, വുഡിൻ്റെ മെറ്റൽസൊക്കെ അങ്ങോട്ടേക്ക് പോകാം. ഇനി നമുക്ക് ചെറിയൊരു CD പ്ലേസ് പോലെ എന്തെങ്കിലുമൊക്കെ വെക്കാം. ആയിട്ടില്ല. ഓക്കെ, 2 അത് മാറ്റി മറ്റേ സ്റ്റോൺ ആക്കണം. സ്റ്റോണ് ബ്രിക്കാക്കിയിട്ട് റൂഫിൽ വെക്കുക. അത് നല്ലൊരു ഇതാണ്. സോ നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടർ ബക്കറ്റും അയണൊന്നും കിട്ടാത്ത നമ്മൾ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ നമുക്ക് ആ താഴെയുള്ള റിവറിൽ പോയിട്ട് ചെറിയൊരു CD പ്ലേസ് ആക്കാം. അവിടെ കുറച്ച് സീഡുണ്ട്. ഇല്ല, ഒരു മിനിറ്റ്. ഇവിടുന്ന് കുറച്ച് സീഡ് എടുക്കാം. 4 ഓക്കെ, സീഡ് വെച്ചിട്ട് മറ്റേ ആനിമൽസിനൊക്കെ ഇങ്ങോട്ട് ആക്കാം. ഇല്ല, കുറച്ച് ബോൺമേൽ എടുക്കുക. സീഡ് വെച്ചിട്ട് ഒരു പെന്ന് പോലെ മറ്റേ കവും ഷീപ്പും ഒക്കെ നമുക്ക് ആവശ്യമുള്ള ആനിമൽസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോപ്പർ വെച്ചിട്ട് നമുക്ക് ഇനി മറ്റേത് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് 2 വേണം. സോ നമുക്ക് കോബിൾ സ്റ്റോൺ വേണം. കോബിൾ സ്റ്റോൺ ഇവിടുന്ന് 2 എടുക്കാം. കറക്റ്റ് 2 എടുക്കാം. ഒരു സ്റ്റോണിൻ്റെ ഉണ്ടാക്കാം. സ്റ്റോണിൻ്റെ ഉണ്ടാക്കാം.
സ്റ്റോണിൻ്റെ ആണെന്ന് ആവാം. ഓക്കെ, സ്റ്റോണിൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് പോവാം. ഓക്കെ, എല്ലായിടത്തുണ്ട്. താഴേക്ക് പോവാം. ഇല്ല, ഒരിൻ്റെ ബോൺ മീലും കൂടെ എടുക്കുന്ന പിന്നെ വേഗം 2 പെൻഡിടാൻ പറ്റും. സോ ബോൺ മീൽ ഏതേനു ഇല്ല, ഇതിലല്ലേ ബോൺ മീലുള്ളത്? 5 ബോൺ മീൽ അതിലുണ്ട്. അതിൽ അതിൻ്റെ മുന്നേ കുറച്ചും കൂടി മറ്റേ ഫെൻസ് ഉണ്ടാക്കുക, കുറച്ച് സ്റ്റിക്കും കൂടി ഉണ്ടാക്കുക. ഒരു ഓക്കെ 23 അത് വെച്ചിട്ട് ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ടാക്കാം. ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ 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 ഇവിടെ കുറച്ചൊന്ന് ടെറാഫും പോലെ ചെയ്തിട്ട് ഓക്കെ 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 മതി. ഇനി ഫെൻസ് വീണ്ടും വെക്കാം. ഓക്കെ, അതൊക്കെ കണക്ട് ചെയ്യാം. ചെറുത് മതി ഇപ്പോഴത്തേക്ക് നമ്മൾ എത്ര ആക്കണുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വൂൾ ഫാം തന്നെ ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെയും കൂടി ആയതുകൊണ്ട് ഇനി ഒരു ഫെൻസിൻ്റെ ഗേറ്റും ആണല്ലേ. കുറേ കുതിരക്ക് അവിടെ സ്പോൺ ആയിട്ട് ഗേറ്റ് ഉണ്ടാക്കാൻ എങ്ങനെയായിരുന്നു ഒരു മിനിറ്റ്. ഗേറ്റ് മറ്റേ ഇത് ഉണ്ടാക്കണം. കുറച്ച് സ്റ്റിക്ക് ഒക്കെ ഒന്ന് കിട്ടി അടുത്ത മെയിനായിട്ടിലേക്ക് കൊടുക്കാം. ഇവിടെ വെക്കുക. ഓക്കെ, റെഡി ആയിട്ട് ഒരു ഷീപ്പ് ഇതാ വരുന്നത്. ഞാൻ താഴെ പോയിട്ട് കുറച്ച് ഇതാക്കാം. ഒരു ചെറിയൊരു ഫാം പോലെ ആക്കാം. ഓക്കെ, 17 സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അത് സ്മെൽറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഒരു ബോൺ മീൽ കൊടുത്തിട്ട് നേരെ താഴെ തിരി ഞാൻ ഞങ്ങളെ കാണിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് ഫാം ചെയ്യാൻ തുടങ്ങാം. നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ഒരു വെള്ളത്തിൻ്റെ ഇതിന് 4 പോകാൻ പറ്റും. സോ അതേപോലെ തന്നെ ആക്കാം. 4 ഇവിടെയൊക്കെ ഫുൾ ഫില്ല് ചെയ്തൊക്കെ മാറ്റിയിട്ട് ഓക്കെ, ഇനി ഇവിടെയും കൂടി ഇതാക്കുക. ഇനി സീഡ് എടുത്തോടെ വെക്കല്ലേ. ഓക്കെ, ഞാൻ ഇനി സീഡ് എടുത്തിട്ട് ഇവിടെ വെക്കുക. ഓക്കെ, കഴിഞ്ഞിട്ട് എന്താണ് സാറില്ല. 2 മതിയില്ലേ? ഓക്കെ, 1 കിട്ടിയിട്ടുണ്ട്. 2 കിട്ടിയിട്ട് മറ്റേതിൽ 2 സീഡോ 4 സീഡോ ഒന്നും കൂടി കിട്ടി. സോ അതും കൂടി വേണം അങ്ങനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, 2 കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് 2 ആനിമൽസിനെ പിടിച്ചിടാൻ പറ്റും. ഒരു 2 കൗവിനെ കിട്ടണം. കറക്റ്റ് 2 കൗവിനെ സമാനായി. ഓക്കെ, ലക്കുണ്ട്. മുകളൊക്കെ നൈറ്റ് ആവുന്നുണ്ട്. ഓക്കെ, വേഗം കയറാം എന്നിട്ട് രാവിലെ പിടിക്കാം. ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് ഗെയിം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തപ്പോഴേക്ക് പെട്ടെന്ന് നൈറ്റായി പോയിട്ടുണ്ട്. പോസായില്ല എന്നാണ് തോന്നുന്നത്. നോക്കാം, വേഗം പോയി ഉറങ്ങാം. ഓക്കെ, എടുക്കാം, കിടക്കാം. ഓക്കെ, അങ്ങനെ ഈ ഡേ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആനിമലിനെ പിടിക്കണം. ഓക്കെ, സ്പൈഡറൊക്കെ അവിടെ നിറച്ച് മോബാണ്. സോംബി വില്ലേജറൊക്കെ നമുക്ക് വേണം പോയി മോബിനെ പിടിക്കാം. ഓക്കെ, അതൊക്കെ ഇതാവുന്നുണ്ട്. 2 ഷീപ്പൊക്കെ ഉണ്ട്. സോ ഒരു കൗവിനാണല്ലോ. കൗപ്പം ഉണ്ട് അപ്പുറത്തുണ്ട്. അപ്പുറത്ത്. സോ അവിടേക്ക് നമുക്ക് ഇനി ബ്രിഡ്ജ് ചെയ്യാം. ഇവിടെ നിന്ന് ബ്രിഡ്ജ് ചെയ്യാനാണ് നല്ലത്. അവിടേക്ക് പോയി പിടിക്കുന്നതാണ്. കാരണം എങ്ങാനും വീണ പണിയാവും. അത്രയും ഹെൽത്ത് ഉള്ളൂ. സോ ഇവിടെ ചെയ്യണമല്ലോ. ഇവിടെ കിട്ടിയേ കണ്ട്. ഓക്കെ, ഇനി വീട്ടിൽ കൈ പിടിച്ച് കയറാം. ഇവിടെയൊക്കെ ഭയങ്കര കേത്തുള്ളതാണ്. അത് നമുക്ക് പറ്റിയാണ് ടെറാഫോം ചെയ്യാം അടുത്ത എപ്പിസോഡിൽ. അത് വരുന്നുണ്ട്. ഓക്കെ, അത് വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി അതിനെ മറ്റേ ഒരു ഫാമിലൊക്കെ കൊണ്ടിടാം. നമുക്ക് പറ്റുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഒരു മൈനിങ് ഏരിയ എന്തെങ്കിലും സെറ്റാക്കാം. വീടിൻ്റെ അടിയിൽ വേണ്ട, ആ കേവിലേക്ക് ചെറിയൊരു എൻട്രൻസ് പോലെ. ഓക്കെ, അത് ഒരു ഷീപ്പും വന്നിട്ടുണ്ട്. 2 കിട്ടില്ല. സോ നോ പ്രോബ്ലം. വൂളിന് ഷീപ്പും ഉണ്ട്, മറ്റേ കവും ഉണ്ട്. ഓക്കെ, 2 കയറിയിട്ടുണ്ട്. നൈസിലേക്ക് ഈ തറ്റത്ത് പോവുക. അത് അടച്ചു കഴിഞ്ഞു. ഈ കയ്യിൽ നിന്ന് മറ്റേ ഇത് മാറ്റിയിട്ട് അതിനൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇത് വേഗം തുറക്കുക. അടയ്ക്കവനും. ഓക്കെ,
പ്രശ്നമൊന്നും പറ്റിയില്ല. അതിനൊരു വുഡ് കൊടുക്കുക വീറ്റ്. ഓക്കെ, എന്താണെന്ന് അറിയില്ല, ഇടക്കിടക്ക് വരുമ്പോൾ ജസ്റ്റ് ഞാൻ തുറക്കുന്നുണ്ട്. ഓക്കെ, ഫുഡ് കുറവാണ്, വേഗം ഫുഡ് അടിക്കാം. സ്റ്റോണൊക്കെ സ്മെൽറ്റായിട്ടുണ്ടാവും. ഞാൻ ട്രാപ്പ് ഡോറൊക്കെ അങ്ങോട്ട് മാറ്റിക്കാം. ഇൻവെൻ്ററി തുറക്കുമ്പോൾ ജസ്റ്റ് സോർട്ട് ചെയ്താണ്. ഇനി നമുക്ക് ആ ഫാമിൻ്റെ ഉള്ളിൽ ചെറിയൊരു സംഭവം സെറ്റ് ചെയ്യുക. വാട്ടർ ബക്കറ്റില്ല, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഒരു വാട്ടർ അവിടെ കിട്ടുമ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഒന്നിതാ ഇവിടെ വെക്കുക, അതിനെ ക്ലോസ് ചെയ്യുക. പിന്നെ അതിനപ്പുറത്ത് വെക്കുക, അതിനെ ക്ലോസ് ചെയ്യുക. പിന്നെ ഒന്ന് ഇവിടെ വെക്കുക, അതും ക്ലോസ് ചെയ്യുക. ഇവിടെ വെക്കണം, അതിന് തട്ടിടണം. ഓക്കെ, ഒരു തട്ട് എടുത്തിട്ട് അതിനെ അവിടെ വെക്കുക. ഓക്കെ, റെഡി ആയിട്ട്. ഇനി നമുക്ക് സ്റ്റോണൊക്കെ സ്മെൽറ്റായോ നോക്കണം. ഓക്കെ, 43 സ്മെൽറ്റായിട്ട് എടുക്കുക. സ്റ്റോണിൻ്റെ ബ്രിക്സ് ആക്കുക. 40 എണ്ണം കിട്ടില്ലേ, 40 എണ്ണം ആക്കുക. ഓക്കെ, 40 എണ്ണം ആക്കിയിട്ട് കുറച്ച് സ്ലാബും മറ്റേ ഇതും ഉണ്ടാക്കണം, സ്റ്റെയർ കേസും. സ്ലാബ് കുറച്ചെടുക്കുക, 18 എണ്ണം അതിൻ്റെ. പിന്നെ 2 എണ്ണം കൂടി ഉണ്ട്, 29 എണ്ണമായി. സോ ഇത് ഫുള്ള് ഞാൻ വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ റൂഫിനും ചെറിയൊരു ബോർഡർ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പം എന്താ കൊടുക്കാൻ നീ പറഞ്ഞായി. ഓക്കെ, ഇനി ഈ ഡർട്ടൊക്കെ പൊട്ടിച്ച് മാറ്റുക. ഞാൻ മുകളിലേക്ക് കയറാൻ അടുത്ത് ചെയ്യുന്നത്, അതൊക്കെ മാറ്റുക. ഓക്കെ, ഇനി ഇതൊക്കെ എടുത്ത് വീടിൻ്റെ അകത്തേക്കൊക്കെ, വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 11 അതായിട്ടുണ്ട്, അതും കയ്യിലേക്ക് എടുത്തോട്ടെ. പറഞ്ഞ സ്ഥലത്തും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിള്, മറ്റേതും മാസ സാധനമാണ്, ഫുള്ളും കയ്യിലാണ്. സോ ആദ്യം ജസ്റ്റ് എടുക്കുക, കൊണ്ടുവയ്ക്കുന്നതിന് മുന്നേ എന്തായാലും ഫുള്ളാക്കാം. എന്തായാലും ഫുള്ളും അങ്ങനെ യൂസ്ലെസ് അല്ല, കയറണമൊക്കെ അങ്ങോട്ട് കയറിക്കോട്ടെ. ഇനി 2 ജസ്റ്റ് ഇവിടെ വെക്കുക, 2 എടുത്ത് ഈ നമ്മളെ ഡൈനിങ് ഏരിയൻ്റെ ഇവിടേക്ക് വെച്ചിട്ട് ഉള്ള എല്ലാ സാധനവും അതിലേക്ക് വെക്കുക. മറ്റാണ്ട് അടുത്തതിൽ മറ്റേ ക്യുക്ക് ഇൻവെൻ്ററി മോഡ് ഇടാം. പംകിന് വീറ്റ്. ഓക്കെ, വേണ്ട കുറേ സാധനങ്ങൾ അങ്ങോട്ട് വെക്കുക. വീട്ടിൻ്റെ കമ്പോസ്റ്ററും ക്രാഫ്റ്റിൻ്റെ ഒക്കെ അങ്ങോട്ട് വെക്കുക. കമ്പോസ്റ്ററിൻ്റെ ആവശ്യം ശരിയാണ് ഇവിടെ ഇല്ല. ഇനി ഇതെടുത്തിട്ട് ഇതിൻ്റെ അപ്പുറത്ത് വെക്കുക. ഇനി അതിലേക്ക് ഇത് വെക്കുക. ഓക്കെ, ഫുഡൊക്കെ റെഡി ആയിട്ട് തിന്നുക. ഓക്കെ, പ്ലാങ്ക് എടുത്തിട്ട് ഒരു പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാം. പ്രഷർ പ്ലേറ്റ് എന്നിട്ട് വാതിലിൻ്റെ ഇവിടെ വെക്കുക. അതാണ് ഇത് ഓട്ടോമാറ്റിക്കലി തുറക്കും. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ എടുക്കണം. ഇത് തുറക്കുക, കയറുക, ഓട്ടോമാറ്റിക്കലി അടഞ്ഞോളും. ഇത് പിന്നെ അവിടേക്ക് വെക്കുക. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇൻവെൻ്ററിയും സോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മറ്റേ എന്താ പറയുക, ടെറാഫോം ചെയ്യാണ്ട് നമ്മളെ വീടിൻ്റെ മുന്നിൽ, ബേസിൻ്റെ മുന്നിൽ. ഓക്കെ, ഇവിടെ ജസ്റ്റ് ടെറാഫോം ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം ടെറാഫോം ചെയ്തിട്ടുണ്ട്. നമ്മളെ മറ്റേ ഷവലും പൊട്ടിപ്പോയിട്ടുണ്ട്. സാരില്ല, അതിൽ ഏരിയയിൽ കുറച്ചൊക്കെ ഒന്ന് ഇതാക്കണമെന്ന് നല്ലതാണ്. ഇവിടെ ചെറിയതുണ്ട്, അതൊക്കെ നമുക്ക് എം ടി ഉള്ളതൊക്കെ ഇതാക്കാം. ഓക്കെ ഓക്കെ, ഒരു വാണ്ടർ ട്രേഡർ വന്നിട്ട് എന്തെങ്കിലും നല്ല തരുന്നുണ്ടോ നോക്കാം. നല്ല തരുന്നില്ലെങ്കിൽ ലീഡ് ഫാം, ഏർലി ഗെയിമിൽ വാണ്ടറിങ് ട്രേഡർ നല്ലതൊന്നും തരുന്നില്ലെങ്കിൽ നമുക്ക് ലീഡ് ഫാം ആയിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നില്ലേ ചില ഒരു സോഡ് കൈ പിടിച്ചിട്ട് കൊല്ലാം, അവൻ്റെ ലീഡ് നമുക്ക് കിട്ടും. ഓക്കെ, നൈറ്റ് ആകുന്നുണ്ട്. ഇൻവിസിബിൾ പോഷൻ കുടിച്ചിട്ടുണ്ട്. ഓക്കെ, ചത്ത്. ഇനി അല്ല അവൻ്റെ അടുത്തേക്ക് പോയാൽ മതി. ഇതാ ഒരെണ്ണം കിട്ടി, രണ്ടാമത്. ഇനി വേഗം വീട്ടിൽ പോയി ഉറങ്ങാം. അപ്പോൾ ഗ്ലാസ്സൊക്കെ വെച്ചതിനെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റും. യെസ്, സൺസെറ്റ് കാണാൻ നല്ല വൈബ് സൺസെറ്റ്. ഓക്കെ, വാ, ഇനി നമുക്ക് വേഗം കിടക്കാം. ഓക്കെ, ഇങ്ങനെ ഇന്നത്തെ നൈറ്റ് നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്.
സോ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വാ.